ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായന ഭാഗം 2 പത്രോസ് 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 തിമോഥെയോസ് 4 അധ്യായം 12 വാക്യം. തിഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. മാതൃകയാകുക എന്നത് നാം ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പദമാണ്. എങ്ങനെയാണ് നാം മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത്? അനുകരിക്കത്തക്ക മാതൃകകൾ നമുക്ക് മുൻപിലുണ്ടോ? ക്രിസ്തു യേശുവിലുള്ള ഭാവമായിരിക്കണം നമ്മുടെ മാതൃക. മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ഈ താണലോകത്തിലേക്ക് വന്ന മശിഹായെയാണ് നാം മാതൃകയാക്കേണ്ടത്. ഇത്തരത്തിൽ ക്രിസ്തു യേശുവിൻ്റെ ഭാവം മാതൃകയാക്കിയ ഒരു വ്യക്തിയായിരുന്നു തിഹിക്കോസ്. ഭാഗ്യമുള്ളവൻ അഥവാ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് തിഹിക്കോസ് എന്ന പേരിൻ്റെ അർത്ഥങ്ങൾ. മിഷണറി പ്രവർത്തനങ്ങളിൽ പൗലോസിൻ്റെ ഒരു സഹായിയും സഹയാത്രികനും സഹഭൃത്യനുമായിരുന്ന ഏഷ്യ മൈനറിലെ ഒരു വിശ്വാസിയായിരുന്നു തിഹിക്കോസ്. തിഹിക്കോസിൻ്റെ ജീവിത മാതൃകകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വിശ്വസ്ത ദാസനായിരുന്നു തിഹിക്കോസ്. പ്രിയ സഹോദരൻ, വിശ്വസ്ത ദാസൻ, വിശ്വസ്ത ശുശ്രൂഷകൻ, സഹഭൃത്യൻ, ഈ പദങ്ങളാണ് തിഹിക്കോസിനെ വിശേഷിപ്പിക്കുന്നതിനായിട്ട് വിശുദ്ധ പൗലോസ് നൽകിയിരിക്കുന്ന പേരുകൾ. അതിൽ നിന്ന് തന്നെ തിഹിക്കോസ് എത്രത്തോളം മാന്യനായ വ്യക്തിയായിരുന്നു അഥവാ വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സഭകൾക്കുള്ള സന്ദേശങ്ങളും കത്തുകളും കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് തിഹിക്കോസിൻ്റെ കൈവശമായിരുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരു ദൂതനും സന്ദേശവാഹകനും ആയിരുന്നു. ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ വിശ്വാസികൾക്കെതിരെ പീഡനങ്ങൾ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ തിഹിക്കോസ് ഒരു വ്യത്യസ്തനായും വിശ്വസ്തനായും നിലകൊണ്ടു. വിശ്വസ്തത ഏറെക്കുറെ ഇന്നത്തെ സമൂഹത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യമാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ഏറെ വിലമതിക്കുന്നതാണ് വിശ്വസ്തത. എല്ലാവരോടും എപ്പോഴും വിശ്വസ്തരായിരിക്കാൻ ഒരു ദൈവ പൈതലിന് സാധിക്കണം. ദൈവിക ഭാവവും തിഹിക്കോസിൽ വിളങ്ങിയ ശ്രേഷ്ഠതയും വിശ്വസ്തതയായിരുന്നു. രണ്ടാമതായിട്ട് ദൈവദാസന്മാരെ പിന്തുണയ്ക്കുന്നവൻ. തിഹിക്കോസ് പ്രസംഗകനായി പ്രശസ്തനായിരുന്നില്ല എങ്കിലും പൗലോസ് അപ്പോസ്തലനെ പിന്തുണച്ച ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടം നേരിടുമ്പോൾ ദേമാസ് പൗലോസിനെ വിട്ടുപോയെങ്കിലും തിഹിക്കോസ് പൗലോസിനോട് പറ്റിച്ചേർന്ന് നിന്നു എന്ന് കാണുന്നു. തിഹിക്കോസ് ശുശ്രൂഷയിൽ രണ്ടാമനാകുന്നതും സഹയാത്രികനാകുന്നതും സഹപ്രവർത്തകനായുമൊക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു 2ാം തരക്കാരനാകുന്നത് നമ്മുടെ കണ്ണിൽ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അത് ദൈവദൃഷ്ടിയിൽ മഹത്തരമാണ്. ചെറിയവയ്ക്ക് പോലും ദൈവം വളരെ വലിയ പ്രതിഫലം നൽകുന്നവനാണ്. സഭകൾ തോറും സഞ്ചരിക്കുകയും വിശ്വാസികൾക്ക് ആത്മീയ ധൈര്യം നൽകുവാനും തിഹിക്കോസിന് സാധിച്ചു. ധർമ്മശേഖരണത്തിനായി പോകുവാനും അദ്ദേഹം സന്മനസ് കാണിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നു. മാത്രമല്ല തിമോഥെയോസും തീത്തോസും നിർവഹിച്ച ശുശ്രൂഷകൾ അല്ലെങ്കിൽ ആ സ്ഥാനം കൈമാറ്റം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ തിമോഥെയോസിനും തീത്തോസിനും ശേഷം ആര് എന്ന ചോദ്യത്തിന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി തിഹിക്കോസ് ആണ്. എന്നാൽ സ്ഥാനമാനങ്ങളോ അധികാര പദവികളോ അല്ല, പുറകിൽ നിന്ന് നിശബ്ദ സാന്നിധ്യമായി നിശബ്ദ സേവനങ്ങൾ കാഴ്ചവെക്കുവാൻ തിഹിക്കോസിന് സാധിച്ചു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകം മുന്നിൽ നിൽക്കുന്നവരെ ചവിട്ടി മാറ്റി മുന്നിൽ കയറുക എന്നതാണ്. എവിടെയും മുന്നിൽ എത്തുവാനല്ല, ചിലയിടങ്ങളിൽ തിഹിക്കോസിനെ പോലെ നിശബ്ദമായും ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. പ്രിയ പിതാവേ, വിശ്വസ്തരായി അവിടുത്തെ ശുശ്രൂഷകൾ ചെയ്യുവാനും എപ്പോഴും മുന്നിൽ നിൽക്കുന്നവരായിട്ടല്ല, തിഹിക്കോസിനെ പോലെ നിശബ്ദ സേവനങ്ങൾ കാഴ്ചവെക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.